ഹായ് കൂട്ടുകാരെ, എന്ത് പറയണു? സുഖല്ലേ? അതെ, ഇന്ന് നമുക്ക് നല്ല നാടൻ താറാവ് കിട്ടിയില്ലേ. അപ്പൊ ആ താറാവും ഉരുളക്കിഴങ്ങും ഇട്ട് നാളേരെ പാല് പിഴിഞ്ഞിട്ട് അങ്ങനെ വെക്കാം. നമുക്ക് എങ്ങനെയുണ്ട് നോക്കാം. രസമുണ്ടോ ഇല്ലയെന്നൊന്നും അറിയണല്ലോ. നാളേരെ പാല് പിഴിഞ്ഞ് വെക്കുമ്പോഴേ വായോ, എന്തായാലും അതാ വെക്കാം. അതെ, നമ്മുടെ താറാവിനെ കുറച്ച് നേരം ഒരു 5 മിനിറ്റ് നമ്മുടെ വിനാഗിരിയും ഉപ്പിട്ടിട്ടൊന്ന് ഇട്ട് വെക്കണട്ടാ. എന്താന്ന് വെച്ചാലേ നമ്മുടെ താറാവിന് ഒരു പച്ചക്കുത്തുണ്ട്. ഈ സാധനം ഇട്ട് കഴിക്കാണ്ടല്ലോ ആ മണ പോവും. ഇത് ഞാൻ എടുത്തിട്ടുള്ള സാധനങ്ങളൊക്കെ ഇതേ കാണിച്ചു തന്നില്ലേ നിങ്ങക്ക്. ഇഞ്ചി, പച്ചമുളക്, പിന്നെ ഉരുളക്കിഴങ്ങ്, സബോള, വേപ്പില, ഇത്യാദി സാധനങ്ങളൊക്കെ കണ്ടില്ലേ ഇപ്പൊ എല്ലാവരും. ഇനി നമ്മുടെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞാൻ ഒരുമിച്ച് ഒന്ന് ക്രഷ് ചെയ്തെടുത്തേക്കാണ് കേട്ടാ. എന്നിട്ട് അതിൽ നമ്മുടെ സബോളയും മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, പാകത്തിന് ഉപ്പ് ഇവയൊക്കെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് വെളിച്ചെണ്ണ അല്ലേ ചൊഴിച്ചിട്ട് വേപ്പിലേക്ക് ഇട്ട് നല്ലോണം ഒന്ന് കൂട്ടി തിരുമ്പി നമ്മള് കുക്കറിലിട്ടിട്ട് ഒരു 3 അടി അടിച്ചിട്ടുണ്ട് ഞാൻ. എന്താന്ന് വെച്ചാൽ ഇത് നാടൻ താറാവായ കാരണം അത്യാവശ്യം വേവുണ്ട്. അപ്പൊ ഞാൻ ഫുള്ള് വേവിക്കുന്നില്ല, ഒരു ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടാ. ആ വെള്ളം ഒഴിച്ചിട്ട് ഒരു 3 അടി അടിച്ചിട്ടുണ്ട്. അപ്പൊ താറാവിന് നോക്കിയപ്പോ അതൊരു പകുതി വേവായിട്ടുള്ളൂ. എന്നിട്ട് പിന്നെ നമ്മള് ഇനി ഇതിലേക്ക് ഞാൻ സബോള ഉപയോഗിക്കില്ല കേട്ടാ. ചുവന്നുള്ളി, വെളുത്തുള്ളി മാത്രമേ ഉപയോഗിക്കുള്ളൂ. ചുവന്നുള്ളി നല്ലോണം ഇത്തിരി അധികം വേണം നമുക്ക്. ചുവന്നുള്ളി നല്ലോണം ഇട്ട് മൂപ്പിച്ചതിന് ശേഷം നമ്മള് മൊത്തത്തിന്ന് ക്രഷ് ചെയ്ത ഇഞ്ചി സാധനങ്ങളൊക്കെ പകുതിയെ ഞാൻ അതിലേക്ക് ഇട്ടിട്ടുള്ളൂ. പകുതി ഇതേ ഇതിലേക്ക് ഇട്ട് ഒന്നുകൂടി നല്ലോണം മൂപ്പിച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇല്ല, ഇനി ഞാൻ കുരുമുളക് പൊടി മാത്രമേ ഇടുന്നുള്ളൂ കേട്ടാ. ആദ്യത്തെ ട്രിപ്പ് നമ്മൾ കുറച്ചിട്ടിട്ടുണ്ട്, അത് മാത്രം അത് താറാവിലേക്ക് പൊടിയായിട്ട് മുളക് പൊടി എടുത്തിട്ടുള്ളൂ. പിന്നെ ഞാൻ കുരുമുളകാണ്, അതാണ് അതിന്റെ താറാവിന്റെ പച്ചക്കുത്തൊക്കെ മാറാനേ നല്ലത്. അപ്പൊ അത് നല്ലോണം മൊരിഞ്ഞിട്ട് ഗരം മസാലയും എല്ലാം പൊടികളും കൂടി നല്ലോണം മൊരിഞ്ഞതിന് ശേഷം വേപ്പിലേക്ക് ഇട്ട് അതിലേക്ക് നമ്മള് തക്കാളി ഇടുന്നത്. തക്കാളി ഇട്ട് ഒരു അത്യാവശ്യം വേവിക്കൊന്നും വേണ്ട, കുറച്ചൊന്ന് ഇതായിട്ടതിന് ശേഷം നമ്മള് ഉരുളക്കിഴങ്ങ് ഇട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് നമ്മുടെ രണ്ടാം പാലുണ്ടല്ലോ, തേങ്ങ പിഴിഞ്ഞാല് രണ്ടാം പാൽ ഒഴിച്ചു. പിന്നെ നമ്മുടെ പകുതി വെന്ത താറാവും കൂടിയിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് നമ്മള് അടച്ചു വെച്ചിട്ട് ഉരുളക്കിഴങ്ങ് വേവണ വരെ വേവിക്കണം. അപ്പൊ അത് വെന്ത് കഴിഞ്ഞിട്ട് നമ്മൾ ലാസ്റ്റ് നമ്മുടെ തെമ്പാലെടുത്ത് വീത്തി അങ്ങനെ കറി ഒരു 2 മിനിറ്റ് ഒന്ന് തള വന്നു നമ്മൾ ഓഫാക്കിയിട്ടാ. ഇനി നമ്മൾ അതിലെ ഉള്ളി താളിച്ച് ഒഴിക്കണം. അങ്ങനെ നമ്മുടെ സൂപ്പർ താറാവ് കറി റെഡി. അപ്പൊ എന്റെ താറാവ് കറീനെ ഇഷ്ടമായിങ്ങ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, അങ്ങനെ സപ്പോർട്ട് ചെയ്യാം കേട്ടാ.